മലയാള സിനിമയിൽ നിർമ്മാതാക്കളുടെ പേര് നോക്കി സിനിമ കാണുന്ന ഒരു തലമുറയുണ്ട്. അവരുടെ മനസ്സിൽ ചില നിർമ്മാതാക്കൾ സിനിമയുടെ ഗുണമേന്മയും വിജയത്തിന്റെ ഉറപ്പുമാണ്. അങ്ങനെ ഒരു വിശ്വാസ്യത നേടിയ വ്യക്തിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ. മലയാളികൾക്ക് ഒരുപാട് മികച്ച സിനിമകൾ സമ്മാനിച്ച് അദ്ദേഹം ശ്രീ ഗോകുലം സിനിമാസ് എന്ന ബാനറിലൂടെ ഒട്ടനവധി ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തിടെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയത് ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന ചിത്രമായിരുന്നില്ല, മറിച്ചൊരു തകർപ്പൻ ഡാൻസ് വീഡിയോ ആയിരുന്നു. ഗോകുലം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഫൗണ്ടേഷൻ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ ഗോകുലം ഗോപാലൻ നടത്തിയ നൃത്ത പ്രകടനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത്. പ്രായത്തെ വെല്ലുന്ന ഊർജ്ജസ്വലതയുടെ അദ്ദേഹം നൃത്തം ചെയ്യുന്ന ഈ വീഡിയോ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. മലയാളത്തിന്റെ നിത്യഹരിത താരജോഡികളായ മോഹൻലാലും ശോഭനയും തകർപ്പൻ ചുവടുകളോടെ നിറഞ്ഞാടിയ തുടരും എന്ന സിനിമയിലെ കൊണ്ടാട്ടം എന്ന ഹിറ്റ് ഗാനത്തിനാണ് ഗോകുലം ഗോപാലൻ ചുവടുവെച്ചത്. ഈ വീഡിയോ കാണുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഡാൻസിനെ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കൈകൊട്ടിയും ചുമൽ കുലുക്കിയും കാലുകൾ പൊക്കിയും നിറഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹം നൃത്തം ചെയ്യുമ്പോൾ സദസ്സിൽ നിന്നും വലിയ കയ്യടിയും പ്രോത്സാഹനവും ഉയരുന്നുണ്ടായിരുന്നു. സാധാരണയായി ഗൗരവമേറിയ വേദികളിൽ ബിസിനസ് മീറ്റിങ്ങുകളിലും കാണാറുള്ള വ്യക്തിത്വമല്ല ഈ വീഡിയോയിലുള്ളത്. ഇവിടെ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ ജീവിതം ആഘോഷിക്കുന്ന ഒരു കലാസ്നേഹിയായി മാറുന്നു. പലപ്പോഴും പ്രായം കൂടുമ്പോൾ പലരും തങ്ങളുടെ സന്തോഷങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഗോകുലം ഗോപാലൻ അത്തരത്തിലൊരു ചിന്തയെ വകവയ്ക്കാതെ തന്റെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരുടെ സ്നേഹവും ബഹുമാനം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കാം. ഏത് മൂഡ്? ഗോകുലം ഗോപാലൻ ചേട്ടൻ മൂഡ് എന്ന് ഈ പ്രായത്തിലും വൈബിലായി നിൽക്കുന്ന ഗോപാലേട്ടനെ സമ്മതിക്കണം. എന്നും എന്തൊരു എനർജിയാണ്, അമ്പോ വയസ്സനായാലും എന്തൊരു പവർ എന്ന് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ വാക്കുകളിലൂടെയും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെയും ആർക്കും എളുപ്പത്തിൽ സ്വീകാര്യമാവുന്ന സ്വഭാവത്തെയും തെളിവാണ്. പൊതുവേദികളിൽ അദ്ദേഹം കാണിക്കുന്ന ലാളിത്യവും പുഞ്ചിരിയും എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ എന്ന പേര് സിനിമയിൽ മാത്രമല്ല വ്യവസായ ലോകത്തും ഒരു ഇതിഹാസമാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയിലെത്തിയ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളി കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ സുമതിവളം എന്ന സിനിമയും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഒരു മികച്ച സിനിമയാണ്. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും കഴിവും ഈ സിനിമകളിലൂടെ വ്യക്തമാണ്. സിനിമയെ ഒരു ബിസിനസ് എന്ന നിലയിലും കല എന്ന നിലയിലും അദ്ദേഹം സമീപിക്കുന്നു. ഒരു സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും അദ്ദേഹം നൽകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബാനറിൽ വരുന്ന സിനിമകളെ പ്രേക്ഷകർ വിശ്വസിക്കുന്നത്. നല്ല കഥയും മികച്ച അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ചേരുമ്പോൾ അതൊരു ബ്ലോക്ക് സ്റ്റാർ ആയി മാറുമെന്നും വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതിനുദാഹരണമാണ് അദ്ദേഹം നിർമ്മാണ പങ്കാളിയായ എമ്പുരാൻ പോലുള്ള ചിത്രങ്ങൾ. ബിസിനസ് ലോകത്ത് അദ്ദേഹം നേടിയ വിജയം സിനിമയിലും പ്രതിഫലിക്കുന്നുണ്ട്. കേരളത്തിലൊരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ഇന്ത്യയിലെ തന്നെ പ്രമുഖ വ്യവസായിയായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം പലർക്കും ഒരു പ്രചോദനമാണ്. ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസം, ധനകാര്യം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഈ സ്ഥാപനങ്ങളിലെല്ലാം അദ്ദേഹം ഒരു കച്ചവടക്കാരൻ എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹിയായിട്ടാണ് അറിയപ്പെടുന്നത്. ജീവനക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പലപ്പോഴും ഒരു കുടുംബനാഥന്റെ സ്നേഹബന്ധം പോലെയാണ്. ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോഴും അദ്ദേഹം തന്റെ വിനോദങ്ങളെയും സന്തോഷങ്ങളെയും മാറ്റിവെക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നൃത്ത വീഡിയോ അതാണ് കാണിക്കുന്നത്. കഠിനാധ്വാനവും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും ഒരു നിമിഷമെങ്കിലും മാറി നിന്ന് സന്തോഷിക്കാൻ കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അഭിനന്ദാർഹമാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ കൂടുതൽ ആകർഷകനും ജനപ്രിയനുമാക്കുന്നത്. ചുരുക്കത്തിൽ ഗോകുലം ഗോപാലൻ ഒരു വിജയകരമായ നിർമ്മാതാവും അതിലുപരി ഒരു മികച്ച വ്യവസായിയുമാണ്. എന്നാൽ അതിലെല്ലാം അപ്പുറം പ്രായത്തെയും തിരക്കുകളെയും മറന്ന് ജീവിതം ആഘോഷിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നൃത്തം കഠിനാധ്വാനത്തിനൊപ്പം ജീവിതം ആഘോഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ആകർഷണീയത കാരണമാണ്.